തെക്കൻ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിൽ പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട മുതിർന്ന പാലസ്തീൻ തീവ്രവാദി അഹമ്മദ് സർഹാൻ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനും ശേഷം ഗാസ മുനമ്പിൽ പ്രവർത്തിക്കുന്ന മൂന്നാമത്തെ വലിയ ഭീകര സംഘടനയാണ് പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റി. സമീപ വർഷങ്ങളായി ഹമാസിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഓപ്പറേഷൻ ഗിഡോൺ കാരക്ടോസിന്റെ ഭാഗമായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാസർ ആശുപത്രി ഉൾപ്പെടെ ഖാൻ യൂനിസ് പ്രദേശത്ത് ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് പ്രവേശിച്ചതായി അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തെങ്കിലും IDF അത് നിഷേധിച്ചു. അതോടൊപ്പം ഗാസ മുനമ്പിൽ രാത്രിയിൽ ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങൾ നടന്നതായി പാലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലും സമീപത്തും വടക്കൻ ഗാസ സിറ്റിയിലും മധ്യ സ്ട്രിപ്പിലെ ദേർ അൽ ബലാഗ് പ്രദേശത്തും ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ബന്ദി കൈമാറ്റ കരാറിൽ എത്തിയെങ്കിലും വലിയ ആക്രമണം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ബന്ദി കൈമാറ്റ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. 2025 മെയ് 18 വടക്കൻ ഗാസ മുനമ്പിൽ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, സദേൺ കമാൻഡ് ചീഫ് മേജർ ജനറൽ യാനിവ് അസോർ എന്നീ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഗാസ കീഴടക്കുക, ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങളും നശിപ്പിക്കുക, ഗാസയുടെ വടക്ക് നിന്ന് തെക്കോട്ട് പാലസ്തീനികളെ മാറ്റുക എന്നിവയായിരിക്കും ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം. വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ എന്നിവയുൾപ്പെടെയുള്ള സിവിലിയൻ പ്രദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിവിലിയൻസിനെ മനുഷ്യകവചമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഹമാസ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ ആരോപിച്ചു. അതേസമയം സിവിലിയൻസിന്റെ മരണം കുറയ്ക്കുവാൻ തങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി.